جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أيها السادات الكرام والعلماء والإخوة والأخوات والأحبة الأعزة، أقدم أولا أتم التهاني وأشرف التحيات إلى مقام صاحب السمو الشيخ خليفة بن زايد آل نهيان حفظه الله ورعاه، رئيس هذه الدولة المباركة، وإلى ولي عهد الشيخ محمد بن زايد بن سلطان آل نهيان حفظه الله ورعاه، وإلى مقام صاحب السمو الشيخ محمد بن راشد آل مكتوم، نائب رئيس الدولة دولتي وحاكم دبي ورئيس مجلس الوزراء، وإلى صاحب السمو الدكتور سلطان محمد القاسمي حفظه الله ورعاه حاكم الشارقة، وإلى جميع الحكام وأولياء الأمور وأولياء العهود في هذه الدولة المباركة الميمونة، الإمارة العربية المتحدة، دولة أمان وسلام وسلامة ومعونة، ودولة جميع الخيرات في أمور الدين والدنيا والآخرة. الحمد لله ثم الحمد لله. ونحن كلنا ندعو الله سبحانه وتعالى لرفع الدرجات والمغفرة والرحمة لمؤسس هذه الدولة الشيخ زايد بن سلطان آل نهيان، تغمده الله برحمته ومغفرته، وجمع الله بيننا وبينه في الجنة، وجعل الله قبره روضة من رياض الجنة. من جميع أنحاء العالم يمدح جميع الناس باختلاف الأديان، يمدحون هذه الدولة المباركة، لأن هذه الدولة وحكامها لجميع الناس ولجميع المجتمع في أنحاء العالم يصل من هذه الدولة كثير وكثير من الخيرات والمساعدات، والناس السادات والعلماء والمساكين والفقراء وأعمال الرجال والعمال والموظفون كلهم في جميع أنحاء العالم يلتفتون إلى هذه الدولة، دولة الأمن والسلامة، الإمارة العربية المتحدة. ونحن كلنا في فرح وسرور بمناسبة هذا اليوم العيد الوطني لهذه الدولة المباركة، وقد تم بتوفيق الله سبحانه وتعالى 50 عاما لهذا الميلاد، لهذا الأعياد،
ونسأل الله سبحانه وتعالى أن يحفظ هذه الدولة وحكامها وولاة أمورها وسكانها من جميع المحن والفتن وسائر الشرور، وجعل الله سبحانه وتعالى هذه الدولة وحكامها وسكانها تحت كنفه وحفظه وحفظه، فإنه هو خير حافظا وهو أرحم الراحمين. أنا أنتقل إلى لغتنا المليبانية لكي يفهم أكثر الحضار. والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പവിത്രമായ ഉപകാരത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും നാടായ UAE-യുടെ 50ാം നാഷണൽ ഡേയിൽ, അതിന്റെ സുവർണ ജൂബിലിയിൽ പങ്കുകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം തന്നു. നഹ്മദുല്ലാഹ വ നശ്കുറുഹു അലാ ജമീഇ ആലാഇഹി വ നിഅമിഹി വ ഹാദിഹി നിഅമത്തുൽ അളീമ. UAE എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ഏത് കോണുകളിൽ ചെന്നാലും, ഏത് രാഷ്ട്രത്തിൽ ചെന്നാലും വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ മതങ്ങളും ആശയങ്ങളും പാർട്ടികളും ചിന്തകളും വളരെ കൂടുതലുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തായിരുന്നാലും യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നാലും ഏത് രാഷ്ട്രങ്ങളിലായിരുന്നാലും അവിടെയെല്ലാം UAE എന്ന ഈ മഹത്തായ രാജ്യത്തിന് ഒരു ഉന്നതമായ സ്ഥാനമാണ്. ആ സ്ഥാനം ഏറ്റവും ഉപരി ഈ നാടിന്റെ സ്ഥാപകനാണ്. ഇതിന്റെ എല്ലാമായ ശൈഖ് സായിദ് അല്ലാഹു യഗ്ഫിർ ലഹു വയർഹമുഹു, അദ്ദേഹത്തിന്റെ അലിവും കാരുണ്യവുമുള്ള മനസ്സ്, അദ്ദേഹത്തോട് തുറന്നുകൊണ്ട് ഈ രാജ്യം ഭരിച്ചവരും ഭരിക്കുന്നവരുമായ ഭരണാധികാരികളുടെയും ഈ രാജ്യത്തിന്റെ വ്യവസ്ഥകളുടെയും എല്ലാം ഉന്നതമായ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, അതാണ് ഈ രാജ്യത്തെ മറ്റ് പല നാടുകളിലും സ്നേഹസമ്പൂർണമാക്കി വെച്ചിട്ടുള്ളത്. എത്രയെത്ര പാവപ്പെട്ടവർക്കാണ് ഈ നാട് മുഖേന ആവശ്യമുള്ളതെല്ലാം ലഭ്യമായിട്ടുള്ളത്. എത്രയെത്ര പണ്ഡിതന്മാരെയാണോ ഈ നാട് ആദരിച്ചിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. എത്രയെത്ര സാദാത്തുക്കളെയാണോ ഇവിടെ ആദരിക്കപ്പെട്ടത്. ഞാൻ ഒരിക്കൽ സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും അവർക്കും എല്ലാ ആലിമീങ്ങൾക്കും നമുക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങകലെ ഒരു രാഷ്ട്രത്തിൽ, ഒരു അറബ് രാഷ്ട്രത്തിൽ, അത് ഗൾഫ് നാടല്ല, ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ഉസ്താദിന്റെ കൂടെ ഞാനും പോയിരുന്നു. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് നിർമ്മിച്ച ഒരു 25,000-ഓളം ആളുകൾക്ക് നിസ്കരിക്കാവുന്ന ഒരു വലിയ പള്ളിയുടെ ഉദ്ഘാടനം കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ ഹോട്ടലിൽ ഞങ്ങൾ രണ്ടുപേരും താമസിക്കുമ്പോൾ ഉസ്താദ് എന്നെ വിളിച്ചു, നിനക്ക് ക്ലാസ് കേൾക്കണോ എന്ന് ചോദിച്ചു. ഞാൻ ഉസ്താദിന്റെ റൂമിൽ ചെന്നപ്പോ നമ്മുടെ കേരളത്തിലെ, നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന്റെ അഭിമാനമായ മർകസ് സഖാഫത്ത് സുന്നിക്ക് തറക്കല്ലിട്ട
ലോക പ്രശസ്ത പണ്ഡിതനായ മുഹമ്മദ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ക്ലാസ് ചാനലിൽ കേൾക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ ആ ക്ലാസ് എടുത്തത് ബഹുമാനപ്പെട്ട ശൈഖ് സഈദ് റഹിമഹുല്ലാഹ് മഹാനവറുകളെ ഈ നാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇവിടെ നിന്ന് എടുത്ത ക്ലാസിന്റെ കോപ്പിയാണ് അപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വലിയ വലിയ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും എല്ലാം ഈ നാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ നാട്ടിന് സമ്മാനിക്കുകയും ചെയ്യും. ഈ അടുത്ത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വലിയ പരീക്ഷണമായി വന്ന COVID-19 അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഈ നാട്ടിനെയും എല്ലാ നാടുകളെയും എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കുമാറാകട്ടെ. വരുന്നതിന് മുമ്പ് ഓരോ വർഷത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആലിമീങ്ങളെ ക്ഷണിച്ചു വരുത്തി പരിശുദ്ധ റമദാനിൽ വലിയ ചെലവ് വഹിച്ചുകൊണ്ട് ഈ നാട്ടിൽ ദീനിയായ ആത്മീയമായ ഉപദേശം നൽകാൻ നിരവധി രാഷ്ട്രങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരെ ക്ഷണിച്ച് കൊണ്ടുവന്ന് വലിയ സേവനം ചെയ്യുന്നത് നാം കാണാറുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിന് വലിയ സേവനം ചെയ്യുന്നത് നാം കാണാറുണ്ട്. ഈ വിനീതനായ ഞാൻ തന്നെ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ അതിഥിയായി 4 തവണ ആ നിലക്ക് വന്ന് ഈ ഷാർജയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ശ്രദ്ധ ചെലുത്തി യാതൊരു വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും അക്രമവും അനീതിയും ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലക്ക് വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ച് ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ ക്ഷണിച്ചത് സമാധാനത്തിലേക്കാണ്. സമാധാനം എന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആൻ لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. അല്ലാഹുവിന്റെ അനുഗ്രഹം പറയുന്ന സ്ഥലത്ത് അല്ലാഹു പറഞ്ഞ ഒരു കാര്യം അല്ലദീ അത്അമഹും മിൻ ജൂഅ, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവരാണ് അല്ലാഹ്. ആ അല്ലാഹു കഅബ ശരീഫിന്റെ റബ്ബാണ്, എല്ലാറ്റിന്റെയും റബ്ബാണ്. അവരെ എല്ലാവർക്കും ലോകസഖാവായ റബ്ബ് അവന്റെ കരുണാ കടാക്ഷം നൽകുന്നു, അവരെ പോറ്റി വളർത്തുന്നു. അല്ലദീ അത്അമഹും മിൻ ജൂഅ, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവനാണ് അല്ലാഹു തആല. അത് വലിയ ഒരു വിഷയമാണ്. ഒരു മനുഷ്യന്റെ സമാധാനത്തിന് ഏറ്റവും ആവശ്യമാണ് ഭക്ഷണം ലഭിക്കുക എന്നത്. അത് നിലനിൽപ്പിന്റെ കാര്യമാണ്. അല്ലദീ അത്അമഹും മിൻ ജൂഅ, അല്ലാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അല്ലാഹു ഭൂമി ലോകത്ത് ചെയ്യാറുള്ളത് അവന്റെ സൃഷ്ടികൾ മുഖേനയാണ്, മലക്കുകൾ മുഖേന. നമുക്കറിയാം വലിയ അനുഗ്രഹമായ മഴ. പരിശുദ്ധ ഖുർആൻ തന്നെ വഹുവല്ലദീ യുർസിലു റിയാഹ ബിശ്റൻ ബൈന യദി റഹ്മതിഹി എന്ന് മഴയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞു. ആ റഹ്മത്ത് അല്ലാഹുവിന്റെ മലക്കുകളിൽ മീകാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതേപോലെ ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾ മുഖേന സട്ടാവായ റബ്ബ് പലതും നൽകിക്കൊണ്ടിരിക്കുന്നു.
സർവ്വലോകത്തുമുള്ള സർവ്വജനങ്ങൾക്കും സർവ്വ അനുഗ്രഹവും ലഭിക്കാൻ നിമിത്തമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും നിമിത്തങ്ങൾ, കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാൻ നിമിത്തമാണ് ഈ പവിത്രമായ UAE എന്ന ഭൂമി. മല്ലം യസ്കുരിൻ നാസ ലം യസ്കുരില്ലാഹ്. ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവനല്ല. ജനങ്ങളോട് നന്ദി വേണം. ജനങ്ങൾ എന്നതിൽ എല്ലാവരും ഉൾപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണത്തിന് വഴിയൊരുക്കുന്ന ഈ രാജ്യം, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ, അവരോട് നന്ദി ഉണ്ടാവുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടപ്പാടാണ്. അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അത്അമഹും മിൻ ജൂ. മറ്റൊരു അനുഗ്രഹം അല്ലാഹു ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് വആമനഹും മിൻ ഖൗഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്ന് നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ്, എല്ലാ ഭയങ്ങളിൽ നിന്നും നിർഭയത്വം. ഈ നാട് നിർഭയമായ ഒരു നാടാണ്. നീതിക്ക് വില കൽപ്പിക്കുന്ന, അതേപോലെ തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കും വർഗീയവാദങ്ങൾക്കൊന്നും പ്രവേശനം നൽകാതെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അൽ വസതിയ്യ, അസ്സിൽമിയ്യ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായി, സത്യസാക്ഷികളായി മാതൃകയാകേണ്ടവർ. നിങ്ങളെ ഉമ്മത്തൻ വസതൻ, മധ്യവർത്തികളായി, മധ്യ സ്വഭാവമുള്ളവരാണ്. ഏത് വിഷയത്തിലും മധ്യ നിലപാട്. തീവ്രവാദമോ ഭീകരവാദമോ വർഗീയവാദമോ അക്രമവാസനയോ ഇല്ലാതെ എല്ലാവരും മധ്യ നിലപാട്. ആ നിലപാട് അനുസരിച്ച് ജീവിക്കേണ്ടുന്ന ഒരു ഉമ്മത്താണിത്. അതിന് മാതൃകയായി നീങ്ങുന്ന ഈ ഒരു നാട്. അതുകൊണ്ടാണ് വളരെ സന്തോഷകരമായി എല്ലാ വിഭാഗം ജനങ്ങളും, അവിടെ ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ നാട്ടിന്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ഈ ഷാർജയുടെ ഭരണാധികാരി സാഹിബുൽ മുസ്തമു സുൽത്താൻ ഇബ്നു മുഹമ്മദ് അൽ ഖാസിമി ഹഫിദഹുല്ലാഹു വറഅ കേരളം സന്ദർശിച്ചു. അപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ ചില കാരണങ്ങളാൽ ജയിലിൽ കാലമായി താമസിക്കുന്നവർ, കിടക്കുന്നവരുണ്ട്. അവരെ ഒന്ന് മോചിപ്പിച്ചു കൊടുക്കണം എന്ന് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടു. അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ എന്റെ നാട്ടിൽ വന്ന് ജയിലിലായി പോയ മുസ്ലിമീങ്ങളെയൊക്കെ ഞാൻ ഒഴിവാക്കാം, അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് കേരളക്കാരിൽ നിന്ന് അങ്ങനെ കുടുങ്ങിപ്പോയത്. അങ്ങനെ വിവേചനമില്ലാതെ, അതാണല്ലോ ഇസ്ലാമിന്റെ ശരിയായ കാഴ്ചപ്പാട്. ഏത് രാജ്യത്തുള്ള ഭരണാധികാരികൾക്കും ഏത് രാജ്യത്ത് ജീവിക്കുന്നവർക്കും ഈ നാടും നാട്ടിലെ ഭരണാധികാരികളും മാതൃകയാണ്. മതത്തിന്റെ പേരിലോ ആശയത്തിന്റെ പേരിലോ വ്യത്യസ്തമായ വീക്ഷണങ്ങളോ കാഴ്ചപ്പാടുകളോ ഇല്ലാതെ മനുഷ്യരെ മനുഷ്യരായി കാണുക. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു
ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. എല്ലാ ജനങ്ങളെയും പടച്ചവൻ അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്, എല്ലാവരെയും സംരക്ഷിക്കുന്നത്, എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ലോകസഖാവായ അല്ലാഹുവാണ്. അവൻ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത് തന്നെ നിങ്ങളെ ഒരേ മാതാപിതാക്കളിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഏത് കക്ഷികളാണെങ്കിലും ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിവിധ കുടുംബങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. ഓരോരുത്തർക്കും ഓരോ സൈസ് പാസ്പോർട്ടാണ്, അതേപോലെ വ്യത്യസ്തമായ വിസയാണ്, വ്യത്യസ്തമായ ജോലിയാണ്, വ്യത്യസ്തമായ കുടുംബമാണ്. അതൊക്കെയുണ്ട്, ശരിയാണ്. അതേസമയം അത് നിങ്ങളുടെ വേർതിരിവിന് ആവശ്യവുമാണ്. അതേസമയം ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നം ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന الرشد من الغي. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ക്രിസ്ത്യാനികൾ വന്നു. അവർ വന്നത് എന്തിനാണ്? അവരുടെ ആദർശം സ്വീകരിച്ച ഒരു വ്യക്തി, അസ്ലിൽ അദ്ദേഹം മദീന നിവാസിയാണ്, അൻസാരികളിൽ പെട്ട സഹാബിയുടെ മകനാണ്. അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചതാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ബിസിനസ് ആവശ്യം മദീനയിലേക്ക് ക്രിസ്ത്യാനികളുടെ കൂടെ വന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുന്ന നാടാണ് മദീനത്തുൽ മുനവ്വറ. ഏത് മതത്തിൽപ്പെട്ടവർക്കും അവിടെ വരാൻ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് വിസ നൽകുന്നുണ്ട്. അങ്ങനെ ഇന്നും അറേബ്യൻ രാജ്യങ്ങളിൽ എത്രയോ വിവിധ മതക്കാർ വിസ വാങ്ങി വരുന്നവരുണ്ട്. അവിടെ വിവേചനങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ വന്ന അവർ തിരിച്ചു പോകുമ്പോ ഈ ചെറുപ്പക്കാരന്റെ വാപ്പ മകനോട് പറഞ്ഞു, നീ പോകുന്ന സമയം പോലെയല്ല, ഇപ്പോൾ ഒരു നല്ല നേതൃത്വമുണ്ട്. ഇവിടെ നേരത്തെ പരസ്പരം ഭിന്നിപ്പും വിയോജിപ്പും അതുപോലെ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ, ഏറ്റവും നല്ല ആശയം സ്വീകരിച്ച് ജീവിക്കാൻ, ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം നീയും സ്വീകരിക്കണം എന്ന് മകനെ ഉപദേശിച്ചു. പക്ഷേ മകൻ അതിന് സന്നദ്ധനായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ ഞാൻ പോകാൻ വിടൂല, നിന്നെ തിരിച്ചു പോകാൻ അനുവദിക്കൂല. അപ്പോൾ ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിലേക്ക്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിൽ കേസ് പറഞ്ഞു. അവിടെ അന്യനാട്ടുകാരെന്നോ നാട്ടുകാരെന്നോ മുസ്ലിമെന്നോ കോടതിയിൽ വ്യത്യാസമില്ല. നീതിയും ന്യായവും എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയത്തിൽ കംപ്ലൈന്റ് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചയച്ചത് എന്തിനാണ്? അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സുന്ദരമായ ഇസ്ലാമിന്റെ അടിത്തറ വിശ്വസിച്ച് പ്രഖ്യാപിച്ച് അതുമായി ജീവിക്കണം എന്ന് പ്രബോധനം ചെയ്യാനാണ്. അതിന് സന്നദ്ധമല്ല എന്നാണ് മകൻ പറയുന്നത്. അതിന്റെ പേരിലാണ് കേസ് വന്നത്. ബാപ്പയെ വിളിച്ചു വിചാരണ ചെയ്തു. ബാപ്പ പറഞ്ഞു, എന്റെ മകൻ എന്റെ ഒരു കഷ്ണമാണ്, എന്റെ ഒരു ഭാഗമാണ്, എന്റെ ശരീരത്തിന്റെ ഭാഗം നരകത്തിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് നിർബന്ധം പിടിച്ചത്, പോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഖുർആനിൽ ഇറങ്ങിയ ആയത്താണ് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന الرشد من الغي. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആരെയും നിർബന്ധിക്കൽ ഇല്ല. ഇസ്ലാം സത്യമാണ്, ശരിയാണ്, അത് ക്ലിയർ ആണ്, അത് ഋജുവായ പാതയാണ്, നീതിയാണ്, സമാധാനമാണ്, സ്നേഹമാണ്, സൗഹാർദ്ദമാണ്, സഹനമാണ്.
എല്ലാ നന്മകളും ഒത്തിണങ്ങിയ മതമാണ് അൽ ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ഇസ്ലാം അത് വളരെ വ്യക്തമാണ്. ഇനി നിർബന്ധിക്കുന്ന പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ആയത്ത് ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ളതാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചതായി കാണാം. അപ്പൊ പരിശുദ്ധ ഇസ്ലാമിൽ നിർബന്ധിക്കൽ ഇല്ല. മറ്റൊരു സ്ഥലത്ത് വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു الناس ഹത്താ യകൂനൂ മുഅ്മിനീൻ. അങ്ങയുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ സത്യവിശ്വാസികളാകുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും മുഅ്മിനീകളാകാൻ വേണ്ടി നിർബന്ധിക്കുകയോ അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു പരിപാടി ഇല്ല. മനസ്സറിഞ്ഞ് ഇസ്ലാം ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. അതിലേക്കാണ് ക്ഷണം. ഇത് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, അതിന്റെ ആശയം എവിടെ നിന്നാണ് ലോക ജനങ്ങൾ കണ്ടറിയേണ്ടത്? അത് കണ്ടറിയേണ്ടത് ഇസ്ലാമിന്റെ ആ പവിത്രമായ വിശാലമായ കാഴ്ചപ്പാട് സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ജനങ്ങളിൽ നിന്നാണ്. അതിന് മാതൃകയായി നമ്മുടെ ഗൾഫ് നാടുകൾ നമുക്ക് കാണാം. ആർക്കും വിസ ലഭിക്കുന്നു, ആർക്കും ഇവിടെ ഒന്ന് ബിസിനസ് നടത്താം. ബിസിനസ് നടത്തി വലിയ കോടീശ്വരനായി ഏത് മതത്തിൽപ്പെട്ടവരും ഒരു മതവും ഇല്ലാത്തവരും അവന്റെ നാട്ടിലേക്ക് നിയമപരമായി അവന്റെ സമ്പാദ്യങ്ങൾ കൊണ്ടുപോകാം. എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഈ രാജ്യം ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കുന്നു, ലക്ഷങ്ങൾ ജീവിക്കുന്നു, അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്നു, അവരുടെ അയൽവാസികൾ ജീവിക്കുന്നു, അവരുടെ നാട്ടിൽ അവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ജീവിക്കുന്നു. അതാത് പ്രദേശങ്ങളിലുള്ള പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നടക്കുന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈ നാട് കൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാടാണെങ്കിലോ ദാറുൽ അംനി വസ്സലാമാണ്, സമാധാനത്തിന്റെയും നിർഭയത്വത്തിന്റെയും നാടായി, ആർക്കും സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന നാടായി തന്നെ. ഈ രാജ്യത്തിന്റെ ദേശീയ ദിനം ആചരിക്കുമ്പോൾ അതിലേറെ സന്തോഷിക്കുന്നവരും പങ്കുചേരുന്നവരും അതിൽ ഭാഗവാക്കാകുന്നവരും അതിൽ സമർപ്പിക്കുന്നവരുമാണ് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ, പ്രത്യേകിച്ചും മലയാളികൾ, കേരളീയർ. അൽഹംദുലില്ലാഹ്. ഞാൻ വിശദമായി അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സ് എപ്പോഴും വിശാലമായ മനസ്സാണ്. ഔസാനി ഖലീലി ബിസബഇൻ, 7 കാര്യം എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തു. ഔസാനി ബിഹബ്ബിൽ മസാകീൻ വദ്ദുനൂബി മിൻഹും. ഒന്നാമതായി പറഞ്ഞത് പാവപ്പെട്ടവരെ സ്നേഹിക്കണം, സാധുക്കളെ സ്നേഹിക്കണം. വദ്ദുനൂബി മിൻഹും, സാധുക്കളുമായി അടുക്കണം. പാവപ്പെട്ടവരെ സ്നേഹിക്കണം, പാവപ്പെട്ടവരുമായി അടുക്കണം. പലപ്പോഴും ഒരു വലിയ മുതലാളിയുടെ കൂടെ ഇരിക്കാനും അവന്റെ കൂടെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ വളരെ ആവേശമുണ്ടാകും. ചിലപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ, അതുപോലെ വിവിഐപികളുടെ കൂടെ ഇരിക്കാനും അവിടുന്ന് സെൽഫി എടുക്കാനൊക്കെ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകും. പക്ഷേ സാധുക്കളെ സ്നേഹിക്കാനും സാധുക്കളുമായി അടുക്കാനും നമ്മുടെ മനസ്സ് പലപ്പോഴും മുന്നോട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും കാരുണ്യമായി വന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയ്യത്ത് ഔസാനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനൂബി മിൻഹും, സാധുക്കളുമായി അടുക്കണം, സാധുക്കളെ സ്നേഹിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമാണ്, വലിയ വസിയ്യത്താണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതേപോലെ
ഔസാനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. മനസ്സമാധാനം, അതാണ് ഏറ്റവും വലിയ വിഷയം. സമാധാനം എന്നത് മനസ്സിന് ലഭിക്കണം. സുബ്ഹാനല്ലാഹ്, നല്ല AC ഉള്ള റൂമില് വാതിലൊക്കെ അടച്ച് ഉറങ്ങുമ്പോഴും സമാധാനമില്ലാതെ ഉറക്കം വരാത്തവരുണ്ട്. അവിടെ കാട്ടാന വരൂല, പാമ്പ് കിടക്കൂല. പിന്നെ നമ്മുടെ നാട്ടിൽ സ്വന്തം ഭാര്യനെ കടുപ്പിക്കാൻ വേണ്ടി മൂർഖനെ കൊണ്ടിട്ടവരുണ്ട്. അതുപോലത്തെ ഭർത്താവാണെങ്കിൽ കുടുങ്ങിയന്നെ. അല്ലെങ്കിൽ പാമ്പ് കിടക്കൂല, അവിടെ വന്യമൃഗങ്ങളൊന്നും വരൂല, AC വിട്ട് കിടന്ന് ഉറങ്ങാണ്. അവിടെ എന്തെങ്കിലും സമാധാനമില്ലാതിരിക്കണം. പക്ഷെ അവിടെയും സമാധാനമില്ലാത്തവരുണ്ട്, എവിടെയും സമാധാനമില്ലാത്തവരുണ്ട്. ആ അസമാധാനത്തിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? എന്റെ പ്രസംഗം കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതിൽ ഏറ്റവും വലിയ കാരണം ഖനാഅത്ത് ഇല്ലാത്തതാണ്. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖനഅ ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില മൻ യത്ലുബ മാ ലൈസ യഅലീഹി ഫഖദ് ഫാത അൽദീ യഅലീഹി മിൻ ഗൈരി ഇത്തിലാ. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതൊരു വല്ലാത്ത മനസ്സമാധാനം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. കൂടുതൽ അല്ലാഹുവിനോട് ചോദിക്കാം, കൂടുതൽ ലഭിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. അതേ സമയത്ത് ഉള്ളതിൽ മനസ്സമാധാനം കാണാൻ സാധിക്കണം. പലർക്കും മനസ്സമാധാനം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അതിന്റെ മരുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. ഞാൻ മേലെയുള്ളവരിലേക്ക് നോക്കരുത്, താഴെയുള്ളവരിലേക്ക് നോക്കണം. ഞാൻ നോക്കേണ്ടത് എന്നെക്കാൾ വലിയ മുതലാളിമാർ, അവരുടെ വലിയ പടുകൂറ്റൻ വീടുകൾ, അവരുടെ വലിയ കാറുകൾ, അവരുടെ വലിയ എസ്റ്റേറ്റുകൾ, അവരുടെ കയ്യും കണക്കുമില്ലാത്ത ധൂർത്തുകൾ, അത്തരം കാര്യങ്ങൾ നോക്കുന്നതിന് പകരം എനിക്കൊരു ചെറിയ വീട് താമസിക്കാൻ റബ്ബ് തന്നിട്ടുണ്ട്. ആ വീട് ഒരു പക്ഷേ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായിരിക്കാം. എന്നാൽ അത്തരത്തിലുള്ള വീട് പോലുമില്ലാതെ ചെറ്റക്കുടിലിൽ താമസിക്കുന്നവരുണ്ട്. ആ ചെറ്റക്കുടിലുമില്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ പോയി കിടന്ന് ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുണ്ട്. അവിടെ കിടന്നുറങ്ങി തൊഴിലെടുക്കുന്നവരുണ്ട്. അങ്ങനെ എത്രയെത്ര പ്രയാസപ്പെടുന്ന ജനങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട്. അല്ലാഹു തആല എനിക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് തന്നിട്ടുണ്ടല്ലോ, അതില്ലാത്തവർ ധാരാളമുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ ആ ചിന്തിക്കുന്നവന്റെ മനസ്സിന് ലഭിക്കുന്ന സമാധാനം വളരെ വലുതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്. ഞാൻ താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലെയുള്ളവരിലേക്ക് നോക്കരുത്. ഇതുപോലെ എനിക്ക് അൽഹംദുലില്ലാഹ് ഒരു ചെറിയ ചായക്കടയിൽ ഒരു ജോലിയുണ്ടല്ലോ, ഒരു കഫ്തേരിയയിൽ ഒരു ജോലിയുണ്ടല്ലോ, തീരെ ജോലിയില്ലാത്തവനുണ്ടല്ലോ. എന്റെ ജോലിയിൽ നിന്ന് എനിക്കൊരു 1000 1500 ദിർഹം ലഭിക്കുമ്പോ അതുകൊണ്ട് എന്റെ കുടുംബജീവിതം യാചിക്കുന്നത് നടക്കുന്നുണ്ടല്ലോ. അതേസമയം ഇനും കിട്ടാതെ യാചിച്ച് നടക്കുന്നവര് ധാരാളമുണ്ടല്ലോ. ഈ ശമ്പളവും കിട്ടാത്തവരും ജോലിയില്ലാത്തവരും ഉണ്ടല്ലോ. അങ്ങനെ താഴോട്ട് ചിന്തിക്കണം, മേൽപോട്ട് ചിന്തിച്ചാൽ ഒരിക്കലും സമാധാനം ലഭിക്കൂല. അത് തന്നെയാണ് മഹാന്മാരായ ആരിഫീങ്ങൾ. എങ്ങനെയാണ് മഹാന്മാരായ ഔലിയാക്കളുടെ വഴിയിലേക്ക് കടന്നു പോകുന്നവർ ജീവിക്കേണ്ടത് എന്ന് വിശദീകരിക്കുമ്പോ മൻ റാമ അൻ യസ്ലുക ത്വരീഖൽ ഔലിയാ ഫൽയഹ്ഫദൻ ഹാദൽ വസായാ ആമിലാ. പ്രവൃത്തിപദത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ വസിയ്യത്തിൽ സൂക്ഷിക്കണം എന്ന് മഹാനായ സൈനുദ്ദീൻ അൽ-മഅ്ബരി റളിയല്ലാഹു അൻഹു പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമത് പറഞ്ഞത് നമുക്കറിയാം. മിൻഹ തൗബത്തു, ഒന്നാമത്തെ തൗബയാണ്. എനിക്ക് കൂടുതൽ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലല്ലോ, ഭാഗ്യം ലഭിച്ചില്ലല്ലോ, എനിക്ക് വയസ്സൊരു 60-62 ആയല്ലോ. ഈ കാലത്തിനിടയിൽ അതാ തുടക്കം മുതൽ അവസാനം വരെ
മറ്റൊരു ചിന്തയും കടന്നു വരാതെ പൂർണ്ണമായ ഭക്തിയോടുകൂടി ദുനിയാവിന്റെ ചിന്തകളൊന്നും കടക്കാതെ ഒരു നിസ്കാരം പോലും എന്റെ ജീവിതത്തിൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ പല ചിന്തയും മനസ്സിൽ കടന്ന നിസ്കാരങ്ങളാണല്ലോ. സൽക്കർമ്മങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, അപ്പോൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത ചിന്തകൾ പലതും എന്റെ ഹൃദയത്തിൽ പിശാചി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്റെ ദൗർബല്യം കൊണ്ട് ഞാൻ പലപ്പോഴും ഹറാമ് നോക്കിപ്പോയിട്ടുണ്ടല്ലോ, ഹറാമ് തൊട്ടുപോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ തെറ്റുകൾ വന്നു പോയതിലും നന്മകൾ ചുരുങ്ങിപ്പോയതിലും എല്ലാ മനസ്സിന്റെ അടിത്തട്ടിൽ അങ്ങേയറ്റത്തെ ഖേദം. ആ ഖേദം എങ്ങനെയാകണം? وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي فلهذه الأركان فرع وكملا. അത് മനസ്സറിഞ്ഞുള്ള ഖേദമാകണം. ആ മനസ്സറിഞ്ഞുള്ള ഖേദം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് അത് അംഗീകരിക്കണം. എന്റെ സൽക്കർമ്മം ചുരുങ്ങിപ്പോയിട്ടുണ്ട്, എന്റെ സൽക്കർമ്മങ്ങളിൽ അപകടങ്ങൾ, അപാകതകൾ, ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്, എന്നിൽ നിന്ന് പലപ്പോഴും അരുതാത്തത് സംഭവിച്ചു പോയിട്ടുണ്ട്. അത് ഈ ലോകത്ത് ജീവിക്കുമ്പോ, ഈ ലോകം അല്ലാഹുവിന്റെ ഭൂമിയാണ്. ആ ഭൂമിയിൽ എനിക്ക് വെള്ളം തരുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്, ഓക്സിജൻ നൽകുന്നവൻ അല്ലാഹുവാണ്, ആരോഗ്യം നൽകുന്നവൻ അല്ലാഹുവാണ്. എന്റെ കിഡ്നിയും എന്റെ ഹാർട്ടും എന്റെ ബ്രെയിനും എന്റെ കരളും എന്റെ മാംസവും എന്റെ മജ്ജയും എന്റെ എല്ലും എന്റെ പല്ലും എന്റെ തോലും എന്റെ രോമവും എന്റെ എല്ലാം ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നതാണ്. അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ കാരുണ്യമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല കാണേ, അവൻ കാണാതെയല്ല, അവൻ കാണുന്ന വിധത്തിൽ തന്നെ അവന്റെ ഭൂമിയിൽ താമസിച്ചുകൊണ്ട്, അവൻ തന്ന ആരോഗ്യത്തോടെ, അവൻ തന്ന ശരീരം കൊണ്ട്, അവൻ തന്ന അവയവങ്ങൾ കൊണ്ട്, അവന്റെ ഭക്ഷണവും കഴിച്ച്, അവന്റെ വെള്ളവും കുടിച്ച്, അവന്റെ ഓക്സിജനും ശ്വസിച്ച് ജീവിക്കുന്നതിനിടയിൽ അവൻ വിരോധിച്ചത് ചെയ്തു പോയില്ലേ? അവൻ കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയില്ലേ? അത് വലിയ ധിക്കാരമായി പോയില്ലേ? അതിന്റെ പേരിൽ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഖേദം, അതാണല്ലോ തൗബ. അങ്ങനെ വരുമ്പോൾ ഇനിമേലിൽ ഞാൻ അത്തരം തെറ്റുകളിലേക്ക് കടക്കുകയില്ല എന്ന ബോധവും ചിന്തയും തീരുമാനവും ഉണ്ടാകണം. അതുപോലെ ചെയ്തതിൽ ഖേദമുണ്ടാകണം. അതിന്റെ പുറമെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അപ്പോൾ തന്നെ നിർത്തണം. ഖളാ ഉള്ളത് ഖളാ വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. പൊരുത്തപ്പെടിക്കേണ്ടത് പൊരുത്തപ്പെടിക്കണം. അങ്ങനെയുള്ള ശരിയായ തൗബയാണല്ലോ ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ ആദ്യത്തെ വിഷയം. ഓ സുഹൃത്തുക്കളെ, ശരിയായ തൗബ, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. മർഹൂം താജുൽ ഉലമയുടെ ഉറൂസിൽ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് പ്രസംഗിക്കുമ്പോൾ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ സിറുൽ അസ്റാർ എന്ന ഗ്രന്ഥം വായിച്ച് വിവരിച്ചുകൊണ്ട് ഞാനത് വിശദീകരിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ബാഹ്യമായ ശരീരത്തിന്റെ അവയവം ശുദ്ധിയാക്കാൻ വെള്ളമാണ് ആവശ്യമെങ്കിൽ, ആന്തരികമായ മനസ്സ് ശുദ്ധിയാക്കാനും ആത്മാഭിശുദ്ധിയാക്കാനും ആവശ്യമുള്ള വെള്ളമെന്ന് പറയുന്നത് തൗബയാണ്. അത് ഒന്നാമത്തെ വിഷയമാണ്. മനുഷ്യന്റെ ശുദ്ധീകരണത്തിനും സമാധാനത്തിനും വിജയത്തിനും അത് ആവശ്യമാണ്. എന്നാൽ രണ്ടാമതായി പറയുന്ന ഒരു വിഷയമാണ് ഖനാഅത്ത്. وقنع بترك المستهى والفاقر من أطعم وملابس ومنازلا. നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക, ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യന്റെ മനസ്സ് വരാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം താഴോട്ട് നോക്കണം, മേൽപോട്ട് നോക്കരുത് എന്ന് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഒരു വസിയ്യത്താണ്. അങ്ങനെ വരുമ്പോ കട്ടെടുത്തുകൊണ്ട് സമ്പാദിക്കണം എന്ന ചിന്ത ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് അതിലിടക്ക് സിറാജുൽ ഹുദാക്ക് ഒരു കൈത്തായി. സിറാജുൽ ഹുദയാണ് ഇവിടെയുള്ള ICF-ന്റെയും RSCയുടെയും മറ്റ് നമ്മുടെ എല്ലാ
സ്ഥാപനങ്ങളുടെയും പ്രവർത്തകരുടെ സഹകരണം കൊണ്ട് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സിറാജുൽ ഹുദയെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ ഡോക്യുമെന്റ് കണ്ടു. ആ ഡോക്യുമെന്റിൽ കാണുമ്പോ നല്ല വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടോ? ആൾക്കാർക്ക് തോന്നും പൈസയുടെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ തോന്നിപ്പോകണ്ട. അതൊരു നല്ല മനസ്സുള്ള ഒരാള് നമ്മുടെ MA സുജി സാഹിബിന്റെ മരുമകൻ അദീബ് സാർ, അദ്ദേഹം ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിരുന്നു. ആ ബിൽഡിംഗിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഗാർഡൻ വേണമെന്ന് അദ്ദേഹം തന്നെ താല്പര്യം പ്രകടിപ്പിച്ചു. അതിന് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു നല്ല ഗാർഡൻ ഉണ്ടായി. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായി. ചിലരൊക്കെ സിറാജുൽ വന്ന് പോകുമ്പോൾ ഇവിടെ പൈസ ഇടുന്ന ആവശ്യമില്ലാതെ ചിലപ്പോൾ കരുതി പോകും. അത് കണ്ടിട്ട് ഫോട്ടം കണ്ട് നിങ്ങൾക്ക് തോന്നിപ്പോണ്ടായി വിചാരിച്ചിട്ട് പറഞ്ഞ. സിറാജുൽ ഹുദയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ ഒരു 80 ലക്ഷം ഉറുപ്പികയോളം ചെലവിന് വേണം. അപ്പൊ അതെവിടുന്ന് കിട്ടാനാ? അതിന് സ്ഥിര വരുമാനമൊന്നുമില്ല. ഒരു ദിവസത്തെ ചെലവിലുള്ളത് തന്നെ ഉണ്ടാവും, തികയില്ല. അത്രയും കുറച്ചേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ് കേരളത്തിൽ ഓരോ വീടുകളും ഓരോ കടകളും കയറിയിറങ്ങുന്ന കുറെ ഓർഗനൈസർമാർ. അതുപോലെ പല രാജ്യങ്ങളിലും ഉണ്ട്. കർണാടകയിലുണ്ട്, അതുപോലെ തമിഴ്നാട്ടിലുണ്ട്, പല സ്ഥലത്തുമുണ്ട്, ബോംബെയിലുണ്ട്, പല സ്ഥലത്തുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിലും പല സ്ഥലത്തുമുണ്ട്. അപ്പൊ ആ അധ്വാനിക്കുന്ന ആളുകൾ അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അവരോട് സഹകരിക്കുന്ന ജനങ്ങൾ അൽഹംദുലില്ലാഹ്. ചിലരിൽ 1000-ഓളം കുട്ടികളുണ്ടല്ലോ, താമസിച്ച് പിടിക്കുന്ന കുട്ടികൾ. അവരെ ഏകദേശം ഒരു ചെലവിന്റെ കണക്ക് അങ്ങനെ അല്ലാതെ പറയാൻ കഴിയില്ല. കാരണം നേർച്ച ചോറ് വരും, നേർച്ച അരി വരും, ഒക്കെ ഈ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തണമല്ലോ. പിന്നെ ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ഇത്ര എന്ന് പറയാനും കഴിയില്ല. ഏകദേശം ഒരു 100 ദിർഹമൊക്കെ ഉണ്ടായാൽ ഒരു കുട്ടിയുടെ ഏകദേശം ഒരു മാസത്തെ ചെലവിന് മതിയാവും ഞാൻ മനസ്സിലാവും. അങ്ങനെ 100 വീതം തരുന്നവരുണ്ട്. എന്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തുള്ള സാദത്ത്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബാപ്പക്ക് പുറത്തു കൊടുക്കട്ടെ, മകളെയും അദ്ദേഹത്തെയും നമ്മുടെയൊക്കെ സുഹൃത്തിൽ നിർമ്മിച്ചു. 2 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. അദ്ദേഹം നേരത്തെ വിളിച്ചെന്നോട് പറഞ്ഞു, ബാപ്പന്റെ പേരിൽ 2 കുട്ടികൾക്ക് ചെലവിന്റെ സംഖ്യ ഞാൻ അയച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. അതുപോലെ പലരും ഉണ്ട്, പലരും നൽകുന്നവരുണ്ട്. നിങ്ങളും കഴിയുമെങ്കിൽ അങ്ങനെ ഒരു 100, ഇല്ലെങ്കിലോ ഇല്ല, അതിനേക്കാൾ കഴിവുണ്ടെങ്കിൽ 200, എനിക്ക് കുറവാണെങ്കിലോ 50, അതുമില്ലെങ്കിലോ 25. അങ്ങനെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഖുർആൻ മനപ്പാഠമാക്കുന്ന കുട്ടികളുണ്ട്, 100 കണക്കിന് കുട്ടികൾ, ഇൽമു പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കണം, ഉസ്താദുമാർക്ക് അതിന്റെ കൂടെ ശമ്പളം കൊടുക്കണം, പിന്നെ കറണ്ടിന്റെ പൈസ ഇറക്കണം, ഫോണിന്റെ പൈസ ഇറക്കണം. അങ്ങനെ ചെലവ് വളരെ വലുതാണ്. നിങ്ങളുടെ അടുത്ത് വരുമ്പോ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളുടെ പേരും ടെലിഫോൺ നമ്പറും ജോലി സ്ഥലവും താമസ സ്ഥലവും വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അത് മാസത്തിൽ കൊടുക്കാൻ സംഖ്യയും എഴുതി കൊടുത്താൽ അത് വലിയ ഒരു സഹായമാണ്. അല്ലാഹു തആല അത്തരം സഹായം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ ഭക്ഷണം നൽകട്ടെ. അവരുടെ ബിസിനസ്സുകളിലും ജോലികളിലും സർവ്വ വിഷയങ്ങളിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ശരീരത്തിലും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയുടെ കലണ്ടർ അതിലൂടെ ദിക്റുകൾ നടത്തുന്നത് എപ്പോഴാണ്, ഓഫീസിൽ ബന്ധപ്പെടാൻ എന്താ വഴി, അതുപോലെ പലരും നേർച്ച ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സിറാജുൽ ഹുദ. എല്ലാവർക്കും പറയാം, നല്ല നേർച്ച പൈസ കിട്ടാറുണ്ടായിരുന്നു. കൊറോണക്ക് മുമ്പ് 25 ലക്ഷമൊക്കെ കിട്ടാറുണ്ട് ഒരു മാസത്തിൽ. നല്ല ഫലബന്ധം കൊടുക്കാറുണ്ട്. ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ ശരീഅത്ത് അഥവാ ദീനിന്റെ നിയമം, ആ നിയമം ഫോളോ ചെയ്ത് ജീവിച്ചോളണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശമാണ്. അതേ സമയത്ത് നമുക്ക് നിർദ്ദേശം എന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ആ നബിതങ്ങളെ 100% പിന്തുടരണം. നബിതങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കണം. അപ്പൊ ശരീഅത്തിന്റെ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്യണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യണം. നബിതങ്ങളെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആരെ ഫോളോ ചെയ്യണം? അത് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞു, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. സഹാബത്തിനെ ഫോളോ ചെയ്യണം, സഹാബത്തിനെ പിന്തുടരണം. ഒരു സഹാബിയെയും ആക്ഷേപിക്കാൻ പറ്റൂല.
അതേ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, വളരെ നല്ല നിലക്ക് അവരെ പുകഴ്ത്തിയും അവരെ ബഹുമാനിച്ചും അംഗീകരിച്ചും സഹാബത്തിനെ പിന്തുടരണം. അപ്പോഴാണ് റബ്ബിന്റെ പൊരുത്തം ലഭിക്കുന്നത് എന്ന് ഖുർആൻ പറയാണ്. ആ സഹാബത്തിനെ പിന്തുടരുമ്പോൾ സഹാബികൾ ഇവിടെ എന്ത് പഠിപ്പിച്ചു, എങ്ങനെ പഠിപ്പിച്ചു, സഹാബികളെ കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കണം, അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് എന്ത് വിശ്വസിക്കണം, ഇത് മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തന്ന ഇമാമീങ്ങളുണ്ട്. ആ ഇമാമീങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് മുത്തഖീങ്ങൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മഹാന്മാരെ പ്രാപ്തതനെ തന്നെ മുത്തഖീകൾക്ക് ഇമാമാക്കണമെന്നാണ്. അങ്ങനെയുള്ള ഇമാമീങ്ങളുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞു ഖുർആൻ എന്താണ് പറയുന്നതെന്ന് അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് പോലെ വേറെ ആർക്കും ഗ്രഹിക്കാൻ കഴിയില്ല. അത് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. പരിപൂർണ പാണ്ഡിത്യമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ, അവർക്കല്ലാതെ ഖുർആൻ പറയുന്ന മോഡലുകൾ മനസ്സിലാകൂല. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇമാമിങ്ങളെ പിന്തുടരാതെ നിർവാഹമില്ല. ആ ഇമാമിങ്ങൾ ആരാണ്? സഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. സഹാബത്തിനെ ആര് പിന്തുടർന്നാലും ഒരു സന്മാർഗം പ്രാപിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ സഹാബത്തിനെ പിന്തുടർന്നാൽ സന്മാർഗം പ്രാപിച്ചു. അവരെ പിന്തുടർന്നവരാണ് അയിമ്മത്ത് മുജ്തഹിദുകൾ. അവരെ പിന്തുടർന്നാലും സന്മാർഗം പ്രാപിച്ചു. അതുകൊണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ അയിമ്മത്തു കന്നജൂം ഫബിഅയ്യിഹിം ഇഖ്തദാ ഇഹ്തദാ. നിങ്ങൾ ഏത് ഇമാമിങ്ങളെ പിന്തുടർന്നാലും സന്മാർഗത്തിലാണ്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയിട്ടുള്ള ഇമാമിങ്ങൾ, അത്തരം ഇമാമിങ്ങൾ ആരെ പിന്തുടർന്നാലും അവരൊക്കെ സന്മാർഗത്തിലാണ്. ആ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. അങ്ങനെ നയിക്കുമ്പോൾ ഇമാമിങ്ങൾ പറഞ്ഞ നിയമങ്ങൾ അതൊക്കെ ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങളാണ്, ഹദീസിൽ വന്ന നിയമങ്ങളാണ്, സഹാബത്ത് പഠിപ്പിച്ച നിയമങ്ങളാണ്. ആ നിയമം നമ്മൾ ഫോളോ ചെയ്യണം. ചിലപ്പോ ചെറുക്ക് ഇഷ്ടപ്പെടില്ല. ഉദാഹരണത്തിന് നിന്റെ ഭാര്യനെയും കൂട്ടി നീ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോവുകയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ, ഇതിനെടുക്കുന്ന ഹബായിരിക്കുന്ന ആവശ്യത്തിന് പോകാന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ പോവുകയാണെങ്കിൽ നീ ആ ഭാര്യയുടെ മാറ് മറക്കണം, തല മറക്കണം, മുടി പുറത്ത് കാണിക്കരുത്, മാറ് കാണിക്കരുത്, അതുപോലെ കൈത്തണ്ട കാണിക്കരുത്. അങ്ങനെ ശരീരത്തിന്റെ ഭംഗി മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കരുത്. വലാ തബറുജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം, പുരുഷന്മാർ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോ, സ്ത്രീകൾ അവരെ ഭംഗി പ്രകടിപ്പിക്കരുത് എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഇമാമിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഇപ്പോഴുണ്ട് ഒരു ഡ്രസ്, എന്താണ്, ബനിയൻ ക്ലോത്ത്, ശരീരത്തിന്റെ വലിപ്പവും ഭംഗിയും എടുത്ത് കാണിക്കുന്ന ചില ഡ്രസ്. അതൊന്നും ഡ്രസ് ധരിച്ച് പുറത്തു പോകാൻ പാടില്ല. ഇമാമികൾ അത് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് ഇപ്പൊ പറയുന്നത് ഓരോരുത്തർ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? അത് കഴിയില്ല. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഞാൻ പറഞ്ഞു, താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള ചെറിയ ആൺകുട്ടികൾ അവരെ കൈപിടിച്ച് മുസാഫഹത്തിൽ ഹറാമാണ്. അത് കൊറോണ ഉണ്ടായിട്ടൊന്നല്ല, അല്ലാണ്ട് തന്നെ ഹറാമാണ്. ഖറാത്താണെന്നല്ല ഞാൻ പറഞ്ഞത്, ഹറാമാണ്. അവരെ മുഖത്ത് നോക്കൽ ഹറാമുണ്ടോ ഇല്ലേ? ഇമാമിങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കൽ തന്നെ വികാരമില്ലെങ്കിലും ഹറാമാണെന്ന് തോന്നി, വികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഹറാമാവുള്ളൂ എന്ന് വേറെ ഇമാമിങ്ങളും പറയും. ഇതേടാ ചർച്ചയാണ് വരെ. എങ്കിൽ പിന്നെ കൈ കൊടുക്കൽ ഹറാമെന്ന് യാതൊരു സംശയമില്ല. എല്ലാ ഇമാമികളും പറഞ്ഞ കാര്യമാണ്. പക്ഷെ എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും, അതിൽ സാധാരണക്കാരനും മൊയ്യാരും എല്ലാത്തവരും ഒക്കെ എല്ലാവർക്കും കൈ കൊടുക്കലാണ്. ഇത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മൊയ്യാരോട് വെറുപ്പുള്ള കുറെ ആളുണ്ടാവും. അത് വെറുപ്പോക്കിയിട്ട് പറയാൻ കഴിയുമോ?
കൈപ്പറ്റതാണെങ്കിലും ഹക്ക് പറയണം. വഅന്നഖൂലൽ ഹഖ വഇൻ കാന മുറാ വഅല്ലാ ഖാഫ ബില്ലാഹി ലൗമത ലായിം. ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഭയപ്പെടാൻ പാടില്ല. ചില ആളുകൾക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യണം, അതിനെ അവർക്ക് ശൈഖായി ചമയണം. സുബ്ഹാനല്ലാഹ്, ശൈഖാകുന്നതിന് വിരോധമില്ല, പക്ഷേ ശൈഖാകണം. ഒറിജിനൽ സാധനം വിൽക്കുന്നതിന് കുഴപ്പമില്ല, ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കരുത്. നിങ്ങൾക്കറിയാലോ, വാച്ച് കച്ചവടം ചെയ്യുന്നവരുണ്ട്. ശരിയായ വാച്ച്, അതിന് തന്നെ അതിന്റെ നക്കലിയുണ്ട്, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുമ്പോ അത് ചിലപ്പം വിവരമുള്ളവർ പിടിച്ചാൽ വലിയ ഫൈൻ ഉണ്ടാവും. അതുപോലെ ശൈഖ് ചമഞ്ഞു നടക്കുന്നവര്, ആ ശൈഖ് ചമഞ്ഞു നടക്കുന്നവർ ആളുകളെ ചൂഷണം ചെയ്യുകയാണ്, അഴിമതിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് നോക്കി പറയാൻ ഉദ്യോഗസ്ഥന്മാരാണ് ആലിമീങ്ങള്. ആലിമീങ്ങൾ അത് നോക്കി പറയുമ്പോൾ ആലിമീങ്ങളോട് വെറുപ്പുണ്ടാകും. പക്ഷേ വെറുപ്പുണ്ട് എന്ന് വിചാരിച്ച് പറയാതിരിക്കാനൊക്കൂല. കാരണം അതാ ഒരു ഗ്ലാസ് വെള്ളം എല്ലാവർക്കും വിതരണം ചെയ്യുന്നു, ഓരോ കുപ്പി വെള്ളം. ആ വെള്ളത്തിൽ വിഷമുണ്ടെന്ന് ഒരാൾക്ക്, ഒരു ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ ആ ഡോക്ടർ ആ വെള്ളത്തിൽ വിഷമുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ മുഴുവൻ ആളുകളുടെയും ആരോഗ്യം തകർന്നതിന്റെ പേരിൽ, ആത്മാവ് പിരിഞ്ഞതിന്റെ പേരിൽ ഡോക്ടർ ഉത്തരവാദിയല്ലേ? ഇതുപോലെ പണ്ഡിതന്മാർ വിശ്വാസം തകർന്നു പോകുന്ന രംഗം കണ്ടാൽ, കർമ്മം പിഴച്ചു പോകുന്ന രംഗം കണ്ടാൽ, സ്വഭാവം ദുഷിക്കുന്ന രംഗം കണ്ടാൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരാരാണോ, അവരുടെ ഈ വിഷം ചേർത്ത വെള്ളം എന്താണോ അത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ പണ്ഡിതന്മാര് പടച്ച റബ്ബിന്റെ അടുക്കൽ അമാനത്ത് വിട്ടാത്തവരാകും. അതേ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. നിങ്ങൾ വിവരമുള്ളവരായിരിക്കെ അല്ലാഹുവിനെ ചതിക്കരുതേ, അല്ലാഹുവിന്റെ റസൂലിനെ ചതിക്കരുതേ, അമാനത്ത് വിട്ടാതിരിക്കരുതേ. ഖുർആൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചതാണ് പണ്ഡിതന്മാരോട്. അപ്പൊ അവരത് തുറന്നു പറയേണ്ടി വരും. പറഞ്ഞാലോ പലർക്കും അത് കണ്ണു പോകും, മൂക്ക് പോകും, ചവിട്ടി പോകും, വായിൽ പോകും. പക്ഷേ അതിന് ഉത്തരവാദി പണ്ഡിതന്മാരല്ല, പിഴച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടുവരുന്നവരാണ് അതിന് ഉത്തരവാദി. അവരതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മതി. ഇവിടെ ഈ ദുനിയാവെന്ന് പറയുന്നത് കാലകാലം ജീവിക്കാനുള്ള ഒരു സ്ഥലമല്ല. നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ രംഗങ്ങളും ثم لتسألن يومئذ عن النعيم. അനുഗ്രഹങ്ങളെ സംബന്ധിച്ചെല്ലാം റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. പണ്ഡിതന്മാർക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ്. ഏത് മനുഷ്യനും അവരെ ആദരിക്കുന്നു, നല്ല ഭക്ഷണം നൽകുന്നു, ഹദിയകൾ കൊടുക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരു വിഭാഗമായി പണ്ഡിതന്മാർ, ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമായി സമൂഹം അവരെ കാണുന്നു. ആ പണ്ഡിതന്മാർക്ക് വലിയ ഉത്തരവാദിത്വമാണ്. ഈ സമുദായത്തെ നേർവഴിയിൽ നടത്തേണ്ട ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിലോ അൽജമഹുല്ലാഹു ബിലുജാമിൻ മിനന്നാർ. തീ കുണ്ടാരത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് തീക്കട്ടയുടെ ചങ്ങല ആലിമീങ്ങൾക്ക് വീഴുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഹഖ് ഹഖായി പറയണം. അല്ലാ ഖാഫ ബില്ലാഹി ലൗമത ലായിം. ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഭയപ്പെട്ടുകൂടാ. എത്ര തന്നെ സ്വാഗത പ്രസംഗങ്ങൾ പറയുമ്പോൾ പുകഴ്ത്തിയാലും, നന്ദി പറയുന്നവൻ എത്ര തന്നെ പുകഴ്ത്തിയാലും, ഇനി ഒരു സ്വാഗതവും കിട്ടിയില്ലെങ്കിലും, ഒരു നന്ദിയും കിട്ടിയില്ലെങ്കിലും, കയറി വരുമ്പോ ഒരാളും എഴുന്നേറ്റ് നിന്നില്ലെങ്കിലും, ഒരാളും കൈ കൊടുത്തില്ലെങ്കിലും, ഒരാളും ഒന്നും സഹായിച്ചില്ലെങ്കിലും, സഹകരിച്ചില്ലെങ്കിലും, പണ്ഡിതന് അല്ലാഹുവിനോട് കടപ്പാടുണ്ട്. അവന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടപ്പാടുണ്ട്. അവിടുത്തോട് കൂടെ നിന്നുകൊണ്ട് ദീൻ സംരക്ഷിക്കുകയും നിലനിർത്തുകയും സമൂഹത്തിൽ
എത്തിച്ചു കൊടുക്കുക. സഹാബത്തിനോട് കടപ്പാടുണ്ട്, മുൻഗാമികളായ ഉസ്താദുമാരോടും ആലിമീങ്ങളോടും കടപ്പാടുണ്ട്, ഇൽമു പഠിക്കാൻ സഹായിച്ചവരോട് കടപ്പാടുണ്ട്, ഇൽമു പഠിപ്പിച്ച ഗുരുനാഥന്മാരോട് കടപ്പാടുണ്ട്. ആ കടപ്പാട് നിർവഹിച്ചില്ലെങ്കിൽ തീക്കട്ടയുടെ ചങ്ങലയാണ്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് തുറന്ന് പറയാതെ നിർവാഹമില്ല. അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചോളണം. സുബ്ഹാനല്ലാഹ്, ജോലിക്ക് കയറി, അതേ അവിടെ തന്നെ വിസയും അടിച്ചു, അവിടെ ജോലിക്ക് കയറി. ഒരൽപ്പ ദിവസം കഴിയുമ്പോൾ ആ മുതലാളിയുടെ സംഖ്യ മുതലാളി കാണാതെ, ക്യാമറയിൽ കൊടുങ്ങാതെ എങ്ങനെയുണ്ട് എന്റെ കീശയിലാക്കാനെന്ന് ചിന്തിക്കുന്ന ജനങ്ങളില്ലേ? പക്ഷെ അവൻ ആലോചിക്കുന്നില്ലേ? അവനെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, അവന്റെ ഭൂമിയിൽ ഇവൻ ഈ നടത്തുന്ന കളവ് റബ്ബ് കാണുന്നില്ലേ? ഈ മുതലാളി കാണുന്നില്ല. പക്ഷേ മുതലാളിയെയും കൂടി ഭരിക്കുന്ന ഒരു രാജാവില്ലേ? ഇവന് എല്ലാം കൊടുക്കേണ്ട ഒരു രാജാവില്ലേ? ഏത് രോഗത്തിൽ ഇവനെ സംരക്ഷിക്കേണ്ട ഒരു രാജാവില്ലേ? ഇവന് മനസ്സമാധാനം കൊടുക്കേണ്ട ഒരു രാജാവില്ലേ? ഇവന്റെ മക്കളെ ഇവനെതിരായി തിരിക്കാൻ അനുകൂലമായി തന്നെ നിലനിർത്തി തരേണ്ട ഒരു രാജാവില്ലേ? അവന്റെ കുടുംബത്തിൽ സമാധാനം നൽകേണ്ട രാജാവില്ലേ? അവന്റെ ഭാര്യക്ക് ക്യാൻസർ ഇല്ലാതെ, ട്യൂമർ ഇല്ലാതെ, അവന് സ്വന്തം തന്നെയും ക്യാൻസർ ഇല്ലാതെ, ട്യൂമർ ഇല്ലാതെ, മറ്റു രോഗങ്ങളില്ലാതെ സംരക്ഷിക്കേണ്ട ഒരു റബ്ബില്ലേ? ആ റബ്ബ് കാണാത്ത രഹസ്യങ്ങളുണ്ടോ? ആ റബ്ബ് കാണാത്ത പരസ്യങ്ങളുണ്ടോ? ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടും ആ റബ്ബ് ഖാന അലൈക്കും റഖീബാ, നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന ബോധത്തോടുകൂടെയും രഹസ്യവും പരസ്യവും ക്ലിയറാക്കി ജീവിക്കാൻ കഴിയുന്നവൻ അവനല്ലേ യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവൻ. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാതിൻ വഉയൂൻ യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ. വളരെ നിർഭയമായ സ്ഥാനം. ഒരു ഭൂമികുലുക്കവും ഭയപ്പെടേണ്ടതില്ല, ഒരു കൊറോണയും ഭയപ്പെടേണ്ടതില്ല, വകഭേദവും ഭയപ്പെടേണ്ടതില്ല, ഒരു രോഗവും ഭയപ്പെടേണ്ടതില്ല, ഒരു ഞെരുക്കവും ഭയപ്പെടേണ്ടതില്ല, ജോലി നഷ്ടപ്പെടുന്നത് പേടിക്കേണ്ടതില്ല, ബിസിനസ് തകരുന്നത് പേടിക്കേണ്ടതില്ല, ഒന്നും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു പ്രദേശം, അല്ലെങ്കിൽ ഒരു നാട്, അല്ലെങ്കിൽ ഒരു ജീവിതം. ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാതിൻ വഉയൂൻ. തോട്ടങ്ങളാണ്, അരുവികളാണ്, ശുദ്ധവെള്ളമാണ്, ശുദ്ധമായ അരുവികളാണ്, തോടുകളാണ്, പുഴകളാണ്, നല്ല തോട്ടങ്ങളാണ്, പഴങ്ങളാണ്. ആ പഴങ്ങൾ പറിക്കാൻ ബുദ്ധിമുട്ടണ്ട, അത് ഓട്ടോമാറ്റിക്കായി ഉദ്ദേശിക്കുമ്പോൾ അടുത്തോട്ട് വന്നോളും. നീ പറിച്ചതിന് ശേഷം അത് തിരിച്ചു പോയിക്കോളും. വെയിൽ കൊണ്ട് വിയർക്കൂല. രാവിലെ നടക്കാൻ പോയില്ലെങ്കിൽ പ്രശ്നമില്ല. ഒരു ജിമ്മിനും പോകേണ്ടതില്ല. ഒരിക്കലും 33ന്റെ മേലോട്ട് പ്രായം കൂടുന്നില്ല. ഒരു രോഗവും ജലദോഷമടക്കം സംഭവിക്കുന്നില്ല. ഒരാളും കുറ്റം പറയാനില്ല, ഒരു എതിരാളിയുമില്ല, ഒരു ശത്രുവുമില്ല, ഒരു നഷ്ടവും ഭയപ്പെടേണ്ടതില്ല, ഒരു പൊളിച്ചലുമില്ല. ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാതിൻ വഉയൂൻ യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ. നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അഭിമുഖമായി ഇരുന്ന് സംസാരിക്കുന്ന വളരെ സന്തോഷമുള്ള ഒരു ലോകം. യദഊന വകദാലിക സബ്ബജിനാഹും ബിഹൂരിൻ ഈൻ. സുന്ദരികളായ സ്ത്രീകളെ, സുന്ദരനായ ഭർത്താവിനെ സന്തോഷത്തോടെ ലഭിക്കുന്ന ലോകം. ആ ലോകത്ത് യദഊന ഫീഹാ മിൻ കുല്ലി ഫാകിഹത്തിൻ ആമിനീൻ. നിർഭയരായി, ഒന്നും ഭയപ്പെടാതെ, ഏത് പഴങ്ങളും ഏത് ഭക്ഷണങ്ങളും, അതേപോലെ ലഹ്മി തൈരിൻ, ഏത് പക്ഷിയുടെ മാംസവും, ഏത് മാംസവും, ഏത് ഭക്ഷണവും, ഏത് ഫ്രൂട്ട്സും
വളരെ ഭംഗിയായി ഒന്നും ഭയപ്പെടാതെ കഴിക്കാൻ ലഭിക്കുന്ന ലോകം ആ സ്വർഗലോകമില്ലേ? يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم. ഏത് രാഷ്ട്രത്തലവനും മരിച്ചു പോകുന്നില്ലേ? ഏത് മുതലാളിയും മരിച്ചു പോകുന്നില്ലേ? വീടും നാടും കൊട്ടാരവും വിട്ടിറങ്ങുന്നില്ലേ? എന്നാൽ അവിടെ നിന്ന് എവിടെയും ഇറങ്ങിപ്പോകേണ്ടതില്ല. അത് 1000 കോടിയോ കോടിയോ എത്ര കോടികൾ പറഞ്ഞാലും തീരുന്ന കാലമല്ല. അങ്ങനെയുള്ളൊരു ലോകം കിട്ടാൻ വേണ്ടി 5 വക്ത് കൃത്യമായൊന്ന് നിസ്കരിച്ചുകൂടെ? പരമാവധി സുന്നത്ത് ജീവിതത്തിൽ എടുത്തുകൂടെ? അതേ സുബ്ഹിക്ക് മുമ്പ് ഒരല്പം മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിച്ചുകൂടെ? അതേ ഹറാമായ മദ്യം, അതേ വ്യഭിചാരം, അതുപോലെ ഹറാമായ പലിശയും കളവും, അതുപോലെ എല്ലാ തെറ്റുകളും വർജിച്ചുകൂടെ? ഒരു ചുരുങ്ങിയ കാലം ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ സമ്പന്നനായോ അല്ലെങ്കിൽ അതാ സുഖലോലുപനായോ ദൂർത്തടിച്ചോ ജീവിക്കുന്നതിന് പകരം ആ നീണ്ട ജീവിതം, തീരാത്ത ജീവിതം, അതൊന്ന് സന്തോഷകരമാക്കിക്കൂടെ? ഈ ചിന്തയാണ് നമ്മുടെ ഖൽബിലെന്നും ഉണ്ടാകേണ്ടത്. അല്ലാഹു പറഞ്ഞില്ലേ, അതേ ഫൗലം മിർ റബ്ബിക ദാലിക ഹുവൽ ഫൗസുൽ അദീം. അത് റബ്ബിന്റെ ഔദാര്യമാണ്, നമ്മുടെ പവറാണെന്ന് കരുതണ്ട. ദാലിക ഹുവൽ ഫൗസുൽ അദീം. അത് വലിയ വമ്പിച്ച വിജയമാണ്, ഏറ്റവും വലിയ വിജയമാണ്. ആ വിജയത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുക, മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ശരിയായ മനസ്സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ്, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കുന്നത് കൊണ്ടാണ്. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കുക എന്നതാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനന്തരക്കാരായ മുഴുവൻ ആലിമീങ്ങളും മശായിഖന്മാരും ഈ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കം, താജുൽ ഉലമ അടക്കം, നൂറുൽ ഉലമ അടക്കം, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കം, അല്ലാഹു തആല അവർക്കെല്ലാവർക്കും അവരെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. സർവ മഹാന്മാരും വിളിച്ചത് റബ്ബിലേക്കാണ്, അല്ലാഹുവിലേക്കാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാ? വഅമില സാലിഹൻ, അതോടുകൂടെ സൽക്കർമ്മം ചെയ്തു. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ അല്ലാഹുവിനെ കീഴ്പ്പെട്ട സമാധാനിയായ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണ് എന്ന് പ്രഖ്യാപിച്ചു. ആ ഒരു വഴിക്കാകണം നമ്മുടെ ചിന്ത എന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഉണർത്തുകയാണ്. അതോടുകൂടെ التاجر الصدوق الأمين مع النبيين والصديقين والشهداء والصالحين كما قال النبي صلى الله عليه وسلم. ബിസിനസ് നടത്തണം. ബിസിനസ് നടത്തുന്നവർ സത്യസന്ധരായി ബിസിനസ് നടത്തിയാൽ അമ്പിയാക്കളുടെ സജ്ജനങ്ങളുടെ കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോലി എടുക്കണം. മാ കല അഹദുൻ طعاما قط خيرا من أن يأكل من عمل يديه وكان نبي الله داوود يأكل من عمل يديه. ദാവൂദ് നബി സല്ലല്ലാഹു ജോലിയെടുത്ത് ജീവിച്ച ആളാണ്. ജോലിയെടുത്ത് ജീവിക്കുന്നത് ഏറ്റവും ഖൈറായ ഭക്ഷണമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ജോലി എടുക്കണം, വെറുതെ നടക്കരുത്. വെറുതെ നടക്കുമ്പോഴാണ് അനാവശ്യ ചിന്തകളൊക്കെ. ജോലി വേണം. ജോലി കഴിഞ്ഞ് നല്ലതിനു വേണ്ടി സമയം ചെലവഴിക്കും. ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിലും ഖുർആൻ ഓതാൻ സമയം കാണണം. ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ സമയം കാണണം. നമ്മുടെ ഉപ്പവാപ്പമാർ മരണപ്പെട്ടു പോയവർ, അവരുടെ പേരിൽ ഒരു യാസീൻ ഓതാൻ, ഫാത്തിഹ ഓതാൻ സമയം കാണണം. അവർക്ക് സന്തോഷം ഒരു ഖബറിൽ നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. അവർക്ക് ഹദിയ ചെയ്തുകൊണ്ടേയിരിക്കണം.
നമ്മുടെ ഗുരുനാഥന്മാരെ ഓർക്കണം. നമുക്ക് അല്ലാഹു തആല തരുന്ന ആരോഗ്യം, അല്ലാഹു തരുന്ന ആയുസ്, അല്ലാഹു തരുന്ന സമ്പത്ത് ഒക്കെ ചോദ്യം ചെയ്യപ്പെടും. അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അവിടെ നമുക്ക് വരവുണ്ടാകണം, അവിടെ ധാരാളം വരവുണ്ടാകണം. അതിൽ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് വിതരണം ചെയ്ത സ്ലിപ്പ് ഒന്ന് എഴുതി, പേരെഴുതി, ടെലിഫോൺ നമ്പർ എഴുതി, കഴിയുന്നത് അതിൽ ചേർത്ത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്ന് ഉണർത്തുകയാണ്. ഒന്ന് രണ്ട് ചെറിയ വിഷയങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല മനസ്സ് വേണം നമുക്ക്, നല്ല മനസ്സ്. ആരോടും വൈരാഗ്യം ഉണ്ടാകരുത്, വിദ്വേഷം ഉണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്, അഹങ്കാരം ഉണ്ടാകരുത്. ഞാനൊരു വലിയവൻ അങ്ങനെ തോന്നലുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ ഉസ്താദ് പുല്ലൂക്കർ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ആരെങ്കിലും കൈപിടിച്ച് മണക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ വലിയ ആളാണ്, എന്റെ കൈപിടിച്ച് വേറുള്ളവരൊക്കെ മണക്കുകയാണ് എന്നൊരു തോന്നൽ വന്നു പോകരുത്. മറിച്ച് കൈ വലിച്ചു കളയുമ്പോ ചിലർക്ക് മനസ്സിന് വിഷമുണ്ടാവും. അതുകൊണ്ട് കൈ വെച്ചു കൊടുത്താലും ആ സമയത്ത് മനസ്സിൽ തോന്നേണ്ടത് എന്താണ്? എന്റെ കൈയിന്റെ മേലെ മൂക്കാണ് വെക്കുന്നെങ്കിൽ ആ മൂക്കിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കൈ രക്ഷപ്പെടണമെന്ന് വിചാരിക്കണം. ബർക്കത്ത് അവനാണെന്ന് വിചാരിക്കണം. എന്നെക്കാൾ വലുതാണ് മറ്റുള്ളവരൊക്കെ എന്ന് വിചാരിക്കണം. ഞാനൊരു വലിയവരാണ് എന്ന ഒരു തോന്നൽ നമ്മുടെ ഖൽബിൽ ഒരിക്കലും വന്നു പോകരുത്. അത് അഹങ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കി കളയും, സ്വർഗം നിഷിദ്ധമാക്കി കളയും. മനുഷ്യന്റെ മനസ്സിൽ ഒരു അണുമണി തൂക്കം കിബറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, നല്ല ചെരുപ്പ്, നല്ല വസ്ത്രം, അതൊക്കെ എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടൂലേ? നബി തങ്ങൾ പറഞ്ഞു, അതല്ലല്ലോ കിബർ എന്ന് പറഞ്ഞാൽ. നല്ല വസ്ത്രം ധരിക്കലാ കിബർ, നല്ല വണ്ടി പോകലാ കിബർ, അതൊന്നും അല്ല കിബർ. കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തോട് മത്സരിക്കുക. ജനങ്ങളെ നിസ്സാരമായി കാണാം. ഒരിക്കലൊന്നുണ്ടാകാൻ പാടില്ല. ആരെയും പരിഹസിക്കരുത്, ആരെയും കളിയാക്കരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞില്ലേ, നീ ഒരു പണ്ഡിതനാണെങ്കിൽ സാധാരണക്കാരനെ കാണുമ്പോ നിന്റെ മനസ്സിൽ തോന്നണം, അല്ലാഹുവിന്റെ അടുക്കൽ ഈ സാധാരണക്കാരൻ നിന്നേക്കാൾ വിജയിച്ചവനായിരിക്കാം. കാരണം ഞാൻ വല്ല തെറ്റും ചെയ്തെങ്കിൽ എനിക്ക് അറിവുള്ളതോടുകൂടി ചെയ്ത തെറ്റാണ്, എനിക്ക് റബ്ബ് മാപ്പ് തന്നില്ലെങ്കിലോ, അദ്ദേഹം അറിവില്ലാതെ ചെയ്തതിനാൽ അല്ലാഹു മാപ്പ് കൊടുത്താലോ. അതുകൊണ്ട് സാധാരണക്കാരനെ നീ മനസ്സിലാക്കണം. പണ്ഡിതന്മാരെ കാണുമ്പോൾ സാധാരണക്കാരൻ തിരിച്ചു ചിന്തിക്കണം, അദ്ദേഹത്തിന് അറിവെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് അതും ഇല്ലല്ലോ. അങ്ങനെ ചിന്തിക്കണം. പ്രായമുള്ളവരെ കാണുമ്പോൾ ചെറുപ്പക്കാരി ചിന്തിക്കണം, അദ്ദേഹം ഒരു 10-70 വയസ്സുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു 10-60 കൊല്ലത്തെ ഇബാദത്തുണ്ടല്ലോ. ഇപ്പൊ മരിച്ചു ചെന്നാൽ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഞാനിപ്പോ മരിച്ചാൽ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഞാൻ ആകെ എനിക്ക് 16 വയസ്സ്, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കണം. ചെറുപ്പക്കാരനെ കാണുമ്പോൾ വയസ്സന്മാര് ചിന്തിക്കണം, ഈ കുട്ടി ഇപ്പൊ 16 വയസ്സിൽ മരിച്ചാൽ പഠിച്ചവനെ ഒരു കൊല്ലത്തെ കണക്കല്ലേ നിന്നോട് പറയാനുള്ളൂ, ഒരു കൊല്ലത്തെ തെറ്റല്ലേ പുറത്തു കിട്ടാനുള്ളൂ. എനിക്ക് വയസ്സ് 10-70 ഈ 70ഓളം വയസ്സിൽ അല്ലെങ്കിൽ 60ഓളം വയസ്സിൽ അല്ലെങ്കിൽ 80ഓളം വയസ്സിൽ ഞാൻ എത്ര തെറ്റുകൾ ചെയ്ത് നീ പുറത്തു തരണം, നീ പുറത്തു തന്നു എന്നതിനൊരു ഗ്യാരണ്ടിയും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ചിന്തിക്കണം. ഒരു അമുസ്ലിമിനെ കാണുമ്പോ ചിന്തിക്കണം, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ഹിദായത്ത് കൊടുത്ത് ഈമാനോടെ വരുമ്പി സ്വർഗത്തിലെത്തിച്ചാലോ. അതേ സമയത്ത് എത്ര ഹിദായത്തുള്ളവർ, നല്ല ചിന്തയുള്ളവർ, ഈമാനുള്ളവർ പിൽക്കാലത്ത് പിഴച്ചുപോയവരുണ്ട്. അല്ലാഹുവേ എന്റെ അവസാനം എങ്ങനെയെന്ന് എനിക്കറിയില്ലല്ലോ, അദ്ദേഹത്തിന്റെ അവസാനവും അറിയില്ലല്ലോ. അറിയുന്നവൻ നീ മാത്രമാണല്ലോ. അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 30ഓളം സഹാബികളെ ഞാൻ കണ്ടു. കുല്ലുഹും യഖാഫൂന നിഫാഖ്, എല്ലാവരും പേടിക്കുന്നു ഈമാൻ തെറ്റിപ്പോകുമോ, ഈമാൻ തെറ്റിപ്പോകുമോ. സഹാബികൾ ഭയപ്പെടുകയാണ്. ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ എടുത്തു ധരിച്ചപ്പോ ഇമാം ബുഖാരി തങ്ങൾ തന്നെ അവിടെ തൊട്ടടുത്ത് പറയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്,
ലാ യഖാഫുഹു ഇല്ലാ മുഅ്മിനുൻ, അതേ വലാ യഅ്മനുഹു ഇല്ലാ മുനാഫിഖൂൻ. എന്റെ ഈമാൻ തെറ്റൂല എന്ന നിലക്ക് ഒരുത്തരും നിർഭയത്വം തോന്നുന്നുണ്ടെങ്കിൽ അവൻ മുനാഫിഖാകും. എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നവൻ മുഅ്മിനായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ നമ്മുടെ അവസാനത്തെ സംബന്ധിച്ച് ചിന്തയുള്ളവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ചിന്തകൾ വളർത്തിത്തരട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കലും ഒരാളെ പ്രവർത്തനം കൊണ്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായാൽ സുബ്ഹാനല്ലാഹ് അതിന്റെ പേരിൽ ഞാനൊരു നല്ലവനായി എന്ന് ചിന്തിച്ചുകൂടാ. ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദ ദീന ബിർറജുലിൽ ഫാജിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചിലപ്പോൾ മോശക്കാരായ കുറ്റവാളികളായ ആളുകൾ മുഖേനയും അല്ലാഹു അവന്റെ ദീനിനെ ശക്തിപ്പെടുത്തും. അല്ലാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കും. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമിനെ പോറ്റി വളർത്തിയത് ആരാണ്? അത് ഫിർഔനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് ശമ്പളം കൊടുത്തത് ആരാണ്? ഫിർഔനാണ്. അവൻ കുറെ പിഞ്ചുമക്കളെ കൊന്നത് എന്തിനാണ്? അത് ഈ മൂസാ നബി അലൈഹിസ്സലാം മുഖേന അവന്റെ നാശം സംഭവിക്കുമെന്ന് നേരത്തെ ആരോ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അവന്റെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് വല്ലതും നേടാൻ കഴിഞ്ഞോ? ഫിർഔനിന് ഒന്നും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവന്റെ കൊട്ടാരത്തിലിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പോറ്റി വളർത്തിയിട്ട് സ്വന്തം ഉമ്മ മല കൊടുക്കുന്ന വകയിൽ ഫിർഔനിനെ കൊണ്ട് ശമ്പളം കൊടുപ്പിച്ചില്ലേ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് ലോകം മുഴുക്കെ സൃഷ്ടിച്ചവൻ, അവനാണ് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് ലോകത്തെല്ലാം തീരുമാനിക്കുന്നവൻ. അവന്റെ തീരുമാനമല്ലാതെ ലോകത്തൊന്നും നടക്കൂല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കുന്ന പലരുമുണ്ട്. ഏത് ടെൻഷനും നീങ്ങാൻ നല്ല ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദവാഉം മിൻ 99 ദാഅൻ, 99 രോഗങ്ങൾക്കത് മരുന്നാണ്. വൈസറുൽ ഹമ്മു, അതിലേറ്റവും സിമ്പിളായത്, ഏറ്റവും ചെറുതെന്താണ്? അൽ ഹമ്മു, ടെൻഷനാണ്. ടെൻഷൻ നീങ്ങാൻ വലിയ ദിക്റാണ്. കാരണം അല്ലാഹുവിനല്ലാതെ ഒന്നിനും കഴിവില്ല. അവൻ തരുന്ന കഴിവല്ലാതെ ആർക്കുമില്ല. അതിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കടക്കുമ്പോൾ ഒരു സ്ലിപ്പ് കിട്ടിയ ഒരു